ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ 10 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. PSC ബുള്ളറ്റിൻ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ച സിമോണ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിമോണ ഹാലപ്പ് ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. ടെന്നീസ് ആണ്. ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് ലഭിച്ചത് സിമോണ ഹാലപ്പിനാണ്. ടെന്നീസ് താരമാണ്. സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത്. പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി നെയ്റോബിയാണ്. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്രഥമ ആഫ്രിക്കൻ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി നെയ്റോബിയാണ്. ഇതിൽ പല ക്വസ്റ്റ്യൻസും നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം. 2023 2000-ലധികം പേരുടെ മരണത്തിന് കാരണമായ പ്രളയം നടന്ന രാജ്യം ലിബിയയാണ്. 2023 രാജ്ഘട്ടിൽ 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആര്? 2023 രാജ്ഘട്ടിൽ 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ദ്രൗപദി മുർമു ആണ്. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് രാജ്ഘട്ടിൽ 12 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത്. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയ പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാണ്? മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടിയ പ്രിയൻ സെയിൻ ഏത് സംസ്ഥാനക്കാരിയാണ്? രാജസ്ഥാൻകാരിയാണ് പ്രിയൻ സെയിൻ. മിസ് എർത്ത് ഇന്ത്യ 2023 പട്ടം നേടി. അങ്ങനെയാണെങ്കിൽ 2023 മിസ് എർത്ത് ആരാണ്? നമ്മൾ പഠിച്ചതാണ്. 2022 ആരായിരുന്നു? മിന സുയി ചോയി ആയിരുന്നു. സൗത്ത് കൊറിയക്കാരിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2023 മിസ് എർത്ത് ആരാണ്? 2023 റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയ ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? സെയ്ദ് ഹൈദർ റാസയാണ്. 2023 റെക്കോർഡ് വിലയ്ക്ക് വിറ്റുപോയ ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത് സെയ്ദ് ഹൈദർ റാസയാണ്. SH റാസ അല്ലെങ്കിൽ സെയ്ദ് ഹൈദർ റാസയാണ് ഗസ്റ്റേഷൻ എന്ന ചിത്രം വരച്ചത്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉത്കല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒഡീഷയിലാണ്. ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഒഡീഷയിലാണ്. 2023 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. 2023 സിംഗപ്പൂരിൻ്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി. 2023 സിംഗപ്പൂരിൻ്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ച ഇന്ത്യയിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ്. ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിലെ മുഖ്യമന്ത്രിയാണ്. ആസാമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കാണ് 2023 സിംഗപ്പൂരിൻ്റെ ലീ ക്വാൻ യു ഫെലോഷിപ്പ് ലഭിച്ചത്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ച രാജ്യം. ഇന്ത്യയാണ് ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ അവതരിപ്പിച്ചത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.